പ്രിയപ്പെട്ട പുരുഷു, ചില ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു അടുത്ത സുഹൃത്തിന്റെ വിവാഹം നടന്നു. കഷ്ടകാലം എന്ന് പറയട്ടെ. അയാളുടെ ഭാര്യയായി വന്ന LLB-കാരി യുവതിക്ക് എൻ്റെ ജീവിതത്തിലെ നീചമായ ഒരു രഹസ്യം അറിയാം. നിന്നോട് ഇതുവരെ ആ രഹസ്യം മറച്ചു വെച്ചതിന് ക്ഷമിക്കുമല്ലോ. മേൽപ്പറഞ്ഞ യുവതി ഇപ്പോഴെൻ്റെ അയൽവാസിയാണ്. ഇതുവരെ അവൾ ആ രഹസ്യം എൻ്റെ ഭാര്യയോട് പറഞ്ഞിട്ടില്ല. പക്ഷെ ഏത് നിമിഷവും പറഞ്ഞേക്കാം. പൂച്ചകൾ എലികളെ കൊല്ലുന്നതിന് മുമ്പ് അതിനെ തട്ടിക്കളിക്കും പോലെ എന്നെ ഇട്ട് വീർപ്പുമുട്ടിക്കാനാവും അവളത് പറയാതിരിക്കുന്നത്. അവൾ ഒരിക്കലും എൻ്റെ ഭാര്യയോടത് പറയാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്യണം പുരുഷു? സാർ, എന്തായത്? കുറച്ച് ഫ്രൂട്ട്സ്. ഓഹോ, ഞാൻ വിചാരിച്ചു തേങ്ങയാണെന്ന്. ഇതെന്തിനാണെന്നാ ചോദിച്ചത്? തലയെ തെച്ച് കുളിക്കാൻ സാധാരണ അതിനുള്ള ഫ്രൂട്ട്സ് ഉപയോഗിക്കുന്നത്. സാറേ, ഞാൻ സാറിനെ കണ്ട് നന്ദി പറയാൻ വേണ്ടി വന്നതാ. കാര്യം? ഞാൻ ഈ മോഷണം നിർത്തി സാറേ. അയ്യോ, അതെ, രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ പോവുക. എന്തെങ്കിലും ഭാരവാഹിയാക്കാന്ന് പാർട്ടി സെക്രട്ടറി ഏറ്റിട്ടുണ്ട്. കാലം നോക്കാം, സ്കോപ്പ് ഇല്ലേ നമ്മളെ തൊഴിലിലേക്ക് തന്നെ മടങ്ങും ചെയ്യാം. പിന്നെ ഇത്രയും കാലത്ത് എന്റെ ഔദ്യോഗിക ജീവിതത്തിൽ സാർ എനിക്ക് ചെയ്തെന്നുള്ള സഹായം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. സാറിന് എന്താവശ്യമുണ്ടെങ്കിലും എന്നെ അറിയിക്കാൻ മടിക്കരുത്. തൽക്കാലം നിന്റെ ഒരു സഹായം ആവശ്യമില്ല. നീയൊക്കെ നന്നായിരുന്നാ മാത്രം മതി. സാർ, എന്നാ ഞാൻ പോട്ടെ. ആ ചെല്ലേ, ഞാനിവിടെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സംഭവം വായിച്ചുകൊണ്ടിരിക്കുക. താങ്ക് യു സാർ. അവൾ ആ രഹസ്യം വെളിപ്പെടുത്തിയാൽ പിന്നെ നിന്റെ സുഹൃത്ത് ഹരികൃഷ്ണൻ ഈ ഭൂമിക്ക് മുകളിൽ ഉണ്ടാവില്ല. എത്രയോ കേസുകൾ ബുദ്ധിപൂർവം കൈകാര്യം ചെയ്ത് നിനക്ക് ഇതിനൊരു പരിഹാരം പറഞ്ഞു തരാനാവും. എന്നെ സഹായിക്കാൻ മറ്റാരുമില്ല പുരുഷു. ഉടൻ മറുപടി അയക്കണം. നിർത്തട്ടെ. സ്വന്തം ഹരികൃഷ്ണൻ. ഹരി സാർ, പ്രിയ സ്നേഹിതൻ ഹരികൃഷ്ണ, നീ എന്തോ വലിയൊരു ദുർഘടത്തിൽ പെട്ടിരിക്കുന്ന അറിഞ്ഞ് അത്യധികം വ്യസനിക്കുന്നു. ഭയപ്പെടാതിരിക്കുക. എല്ലാത്തിനും ഞാനുണ്ടടാ കൂടെ. കത്തിൽ മുഴുവൻ രഹസ്യം രഹസ്യം എന്ന് പറയുന്നതല്ലാതെ ആ രഹസ്യം എന്താണെന്ന് നീ എഴുതി കണ്ടില്ല. ഒരു കാര്യം ചെയ്യും, നിന്റെ രഹസ്യം അറിയാവുന്ന നിന്റെ സ്നേഹിതന്റെ ഭാര്യയെയും നിന്റെ ഭാര്യയും തമ്മിൽ അടുപ്പിച്ചിട്ട് പിന്നീട് ഒരിക്കലും കണ്ടാൽ മിണ്ടാത്ത പരുവത്തിൽ അവർ തെറ്റിപ്പിരിയാൻ എന്തെങ്കിലും വഴി ആലോചിക്കുക. മിണ്ടിയാലല്ലേ രഹസ്യം പുറത്താവൂ. അതുകൊണ്ട് എങ്ങനെയും അവരെ അകറ്റുകയേ മാർഗമുള്ളൂ. അയ്യോ, SI എത്തി. അതുകൊണ്ട് കത്ത് ചുരുക്കുന്നു. സ്വന്തം പുരുഷോത്തമൻ. ഫയലും കൊണ്ട് ഇതിനകത്ത് കയറിയോ? അത്യാവശ്യമായിട്ട് ഇതൊന്ന് ചെക്ക് ചെയ്യണമായിരുന്നു. ഒരു കാര്യം ചെയ്യും, നിന്റെ രഹസ്യം അറിയാവുന്ന നിന്റെ സ്നേഹിതന്റെ ഭാര്യയെയും നിന്റെ ഭാര്യയും തമ്മിൽ അടുപ്പിച്ചിട്ട് പിന്നീട് ഒരിക്കലും കണ്ടാൽ മിണ്ടാത്ത പരുവത്തിൽ അവർ തെറ്റിപ്പിരിയാൻ എന്തെങ്കിലും വഴി ആലോചിക്കുക. മിണ്ടിയാലല്ലേ രഹസ്യം പുറത്താവൂ. അതുകൊണ്ട് എങ്ങനെയും അവരെ അകറ്റുകയേ മാർഗമുള്ളൂ. കോൺസ്റ്റബിൾ പുരുഷോത്തമൻ സാറ് SIയുടെ റൂമിലുണ്ട്. രാത്രി മുഴുവൻ തപ്പിയിട്ടും ആ പ്രതികളെ കിട്ടിയില്ല സാർ. പക്ഷേ സാറ് വിഷമിക്കണ്ട. ഇപ്പൊ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളവരെ കുറ്റം സമ്മതിക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. തന്നെ കൊണ്ടൊക്കെ എന്തിനു കൊള്ളാമോ? പോയി വരെ പണി നോക്കിക്കൂടെ എന്നാലും സാറിനോട് പറഞ്ഞോ. സാർ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. 24 മണിക്കൂറിനകം അവരെ പിടിച്ചില്ലെങ്കിൽ എന്റെ പേര് പുരുഷോത്തമൻ എന്നല്ല. അതെ, ഇതാര് സാർ? ഇതെന്റെ ബാല്യകാല സുഹൃത്താണ് ഹരികൃഷ്ണൻ. വലിയ ബാങ്ക് മുതലാളിയാ. നമസ്കാരം. പ്രശ്നം ഗുരുതരമായിരിക്കുകയാണ്. അത്രേ ഉള്ളൂ സാർ. അല്പനേരത്തേക്ക് കാര്യങ്ങളൊന്ന് മാനേജ് ചെയ്തോണം. ഞാൻ ഇപ്പൊ വരാം. SI ആള് നന്ദിയുള്ളവനാ. എന്റെ മിടുക്കൊണ്ടാണ് ഈ സ്റ്റേഷൻ ഇത്രയും ഭംഗിയായി നടന്നു പോകുന്നതെന്ന് പറയാൻ പുള്ളിക്കാരന് ഒരു മടിയുമില്ല. സമയം കിട്ടുമ്പോഴൊക്കെ എന്നെ നേരിട്ട് വിളിച്ച് അഭിനന്ദിച്ചുകൊണ്ടേയിരിക്കും. പുരുഷു, എന്റെ കാര്യം എന്തായി? നീ കത്തിൽ പറഞ്ഞതുപോലെ എല്ലാം ഞാൻ ചെയ്തു. വെരി ഗുഡ്. അപ്പൊ പ്രശ്നമെല്ലാം സോൾവ് ആയി കാണുമല്ലേ? ഇല്ല, കൂടുതൽ ഗുരുതരമായിരിക്കുക. അതെ, ആ അഡ്വക്കേറ്റിന് അറിയാമെന്ന് നീ പറയുന്ന ഈ രഹസ്യ സംഭവം യഥാർത്ഥത്തിൽ എന്താ? അതിപ്പോ എങ്ങനെയാ പറയേണ്ടതെന്ന് എനിക്കറിയില്ല പുരുഷു. മനസമാധാനത്തോടൊന്ന് ഉറങ്ങിയിട്ട് നാളുകൾ എത്രയോ ആയി.
നിന്നെ പോലെ ബുദ്ധിമാനും എടുക്കനുമായ മറ്റൊരു സുഹൃത്ത് എനിക്കില്ല. നിനക്ക് തിരക്കാണെന്നറിയാം. പക്ഷെ എനിക്ക് വേണ്ടി വർഷങ്ങളായി ഉള്ളിൽ കിടന്നുരുകുന്ന എന്റെ ധർമ്മസങ്കടത്തിന് നീ ഒരു പോം വഴി കണ്ടുപിടിച്ച് തരണം. പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് 10ാം ക്ലാസ്സിൽ വെച്ച് നമ്മൾ പിരിഞ്ഞു. അതിനുശേഷം നിന്റെ ജീവിതത്തിൽ ഓരോ ദിവസവും നടന്ന മുഴുവൻ സംഭവങ്ങളും വള്ളി പുള്ളി തെറ്റാതെ എനിക്കിപ്പോ അറിയണം. എന്റെ പ്രശ്നത്തിന് അത്രയൊന്നും കാലപ്പഴക്കമില്ല. അത് പ്രശ്നം അറിഞ്ഞതിന് ശേഷം ഞാൻ തീരുമാനിക്കും. എന്നാ ഞാൻ പ്രശ്നം മാത്രം പറയാം. പക്ഷെ അതിനു മുമ്പ് എനിക്ക് ഉറപ്പ് കിട്ടണം. നീ മുഖേന എന്റെ ഭാര്യ ഇത് അറിയാൻ ഇടവരരുത്. ഹരി, ഒരു പോലീസുകാരനാണെങ്കിലും ഞാൻ നല്ലവനാണ്. ഞാൻ നിന്റെ ബാല്യകാല സുഹൃത്തുമാണ്. കോളേജ് വിട്ടതിന് ശേഷം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി കിട്ടിയ 3 മാസം 6 മാസം ജോലികൾ മടുത്തപ്പോൾ വയസ്സുകാലത്ത് ഞാൻ ലോ കോളേജിൽ ചേർന്നല്ലോ. അന്നൊരിക്കൽ ഞാൻ നിന്നോട് പറഞ്ഞു, മഞ്ഞപ്പിത്തം കാരണമാണ് ഞാൻ അവിടെ വിട്ടതെന്ന്. പക്ഷെ സത്യം അതല്ല. മനസ്സിലായി. അന്ന് നിന്റെ മുഖം കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ മഞ്ഞപ്പിത്തമല്ല, നീരുവീഴ്ചയാണ് നിന്റെ രോഗമെന്ന്. ഇതൊന്നും ആയിരുന്നില്ല എന്റെ രോഗം. അരക്ഷിതാവസ്ഥ, നിരാശ. അത് കാരണം ഒരു കടുത്ത മനസ്സായിരുന്നു അന്നെൻ്റേത്. ജൂനിയേഴ്സിനെ ഞാൻ ചില്ലറയൊന്നുമല്ല കഷ്ടപ്പെടുത്തിയിട്ടുള്ളത്. റാഗിങ്ങിന്റെ ഒക്കെ ഒരു പ്രധാന നേതാവായിരുന്നു ഞാൻ. ബാങ്കിൽ നിന്ന് വിളിച്ച് പറഞ്ഞിരുന്നു ഒരു റൂമിന്റെ കാര്യം. ആരുടെ പേരില റൂം? ഇയാളുടെ പേരില്ല, പുരുഷോത്തമൻ. അല്ലല്ല, എന്റെ പേര് കുമാർ എന്നാ. പ്രേംകുമാർ. പ്രേംകുമാർ? നീ എന്താ പേര് മാറ്റിയോ? മാറ്റാനോ? ജനിച്ച അന്ന് മുതൽ എന്റെ പേര് പ്രേംകുമാർ എന്നാ. നീ എന്താ പുരുഷ ഈ പറയുന്നത്? നീ ഇനി ഒന്നും മിണ്ടണ്ട. നീ എത്ര നിർബന്ധിച്ചാലും ഞാൻ പ്രേംകുമാറാ പ്രേംകുമാർ. ആ താക്കോലിങ്ങടുത്ത്. അതൊക്കെ പിന്നെ എഴുതാം. 102. സന്ദർഭത്തിന് തുയരാൻ നീ ഇതുവരെ പഠിച്ചിട്ടില്ല. എന്റെ പേര് പുരുഷമാണെന്ന് നീ എനിക്ക് പറഞ്ഞു തരണോ? പോലീസുകാർ നിന്നെ പോലെ മൂളയില്ലാത്തവരല്ല. എടാ, ഒരു രഹസ്യ ദൗത്യത്തിനല്ലേ നമ്മളിവിടെ വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാം രഹസ്യമായിരിക്കണ്ടേ? പുരുഷമാണത്രേ, പുരുഷു. ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് കൂടി പറഞ്ഞു കൊടുക്കാത്തത്. നീ കണ്ടുവച്ച പരിപാടി എന്താ? അത് നിന്നോടെന്തിനു പറയണം? പത്രത്തിൽ പരസ്യം ചെയ്തിട്ടാണോ കുറ്റവാളികളെ പഠിക്കാൻ പോണത്? അല്ല, ഇത് എന്റെ കാര്യമാണല്ലോ. നീ എനിക്ക് ഒരു കാര്യം മാത്രം ചെയ്തു തന്നാ മതി. അവളെ, ആ ഇന്ദു എന്ന 1ാം പ്രതിയെ ദൂരെ എന്നൊന്ന് കാണിച്ചു തരിക. അതോടെ നിന്റെ ജോലി തീർന്നു. അവളെ കണ്ടിട്ട് ഞാൻ അവളെ പുഴുങ്ങി തിന്നാൻ പോകുന്നു. എന്താ? നീ എന്തിനാ പുരുഷൻ ഇങ്ങനെ ചൂടാവുന്നത്? നിന്റെ ഒറിജിനൽ പേര് ഞാൻ കൗണ്ടറിൽ പറഞ്ഞു പോയതുകൊണ്ടാണോ? കൗണ്ടറിൽ മാത്രമല്ലല്ലോ, ഇപ്പോഴും നീ എന്നെ പുരുഷു പുരുഷു എന്നല്ലേ വിളിച്ചോണ്ടിരിക്കുന്നത്. നിന്റെ മുഖത്ത് നോക്കി പ്രേംകുമാർ എന്ന് എനിക്ക് വിളിക്കാൻ തോന്നുന്നില്ല. തീരെ മാച്ച് ചെയ്യാത്ത പേര്. നീ ഒന്ന് പോയേ. നീ നിന്റെ പ്ലാൻ ഒന്ന് പറ. എടാ, ഇത് വലിയ ശല്യമായല്ലോ. സംഗതി ഞാൻ ചുരുക്കി പറയാം. അതായത്, ഈ വിഷവൈദ്യന്മാര് ഉഗ്ര വിഷമുള്ള പാമ്പിനെ വിളിച്ചു വരുത്തി അതിനെ കൊണ്ട് കടിയേറ്റവന്റെ മുറിപ്പാടിൽ നിന്നും വിഷം വലിച്ചെടുപ്പിക്കില്ലേ? അതാണ് എന്റെ പ്ലാൻ. അതിന് ഇവിടെ ആരെയും പാമ്പ് കടിച്ചിട്ടില്ലല്ലോ. യു ഗെറ്റ് ഔട്ട് എന്നെ കൊണ്ട് പറയിക്കരുത്. പോട്ടെ, മണ്ടന്മാർ കൂടി മനസ്സിലാകത്തക്ക രീതിയിൽ ഞാൻ എന്റെ പ്ലാൻ ഒന്ന് പറഞ്ഞുതരാം. അതായത്, ഞാൻ ഇന്ദുവിനെ നേരിട്ട് കാണാൻ പോവുക. യഥാർത്ഥ ഞാനായിട്ടല്ല, നിന്റെ പഴയ കഥയിലെ തങ്കമണിയുടെ ഇപ്പോഴത്തെ ഭർത്താവായിട്ട്. ഞാൻ അവളോട് പറയും, കുട്ടി, മറ്റേതോ തെണ്ടിയുടെ കുഞ്ഞിനെ പ്രസവിച്ച ഒരു സ്ത്രീയുടെ ഹതഭാഗ്യനായ ഭർത്താവാണ് ഞാൻ. ആ കുഞ്ഞ് കൊച്ചുനാൾ മുതൽ എന്നെയാണ് അച്ഛാ അച്ഛാ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. സമൂഹത്തിന്റെ മുന്നിലും ഞാനാണ് അതിന്റെ അച്ഛൻ. ഇന്ദു വക്കീലേ, ഇത് 3 ആത്മാക്കളുടെ ആത്മാഭിമാനത്തിന്റെ പ്രശ്നമാണ്. എന്റെയും തങ്കമണിയുടെയും കുഞ്ഞിന്റെയും. ആ പഴയ രഹസ്യം പുറത്തുവിട്ടാൽ അത് തകരും. എന്റെ മകൻ പുതിയൊരു കഴുതയെ അച്ഛ എന്ന് വിളിക്കാൻ ഇടവരുത്തരുത്, പ്ലീസ്. എങ്ങനെയുണ്ടായി? നീ ഇത് പറയുന്നതിനിടയിൽ തെണ്ടി കഴുത എന്നൊക്കെ ഉപയോഗിച്ചത് എന്നെ ഉദ്ദേശിച്ചാണോ? ഐഡിയ എങ്ങനെയുണ്ടെന്ന് പറ. അത് നീ അഭിനയിച്ച് വലിപ്പിക്കും പോലെ ഇരിക്കും. അഭിനയം? എടാ, പോലീസ് മേളയുടെ അന്ന് കുഷ്ഠരോഗിയായിട്ട് അഭിനയിച്ച് ബെസ്റ്റ് ആക്ടർ വാങ്ങിച്ചിട്ടുള്ളവനാ ഞാൻ. SI രാമേന്ദ്രൻ പോലും എന്റെ കുഷ്ഠരോഗിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിട്ടുണ്ട്. നീ നോക്കിക്കോ, ഞാൻ കലക്കും. ഹരിയേട്ടാ, നീ എപ്പോ വന്നു? ഇങ്ങനെയൊന്നും ചെയ്യരുത് ഹരിയേട്ടാ. തീ തിന്നതിന് കണക്കില്ല.
എന്റെ വീട്ടിൽ നിന്ന് ഒരു വാക്ക് പോലും മിണ്ടാതെ ഹരിയേട്ടൻ എവിടെ പോയിരുന്നു? അത് ചില കാര്യങ്ങൾക്ക് ഫലപ്രാപ്തി ഉണ്ടാവണമെങ്കിൽ ആരോടും പറയാതെ വേണം പോകാൻ. എന്ത് കാര്യം? രവി എന്തു അവിടെ രാത്രി വരെ ഹരിയേട്ടനെ കാത്തു നിന്നു. ഞാൻ കൊല്ലനെ കൊണ്ടുവന്ന് പൂട്ട് പൊളിച്ച് അകത്ത് കയറിയത്. പൂട്ട് വിളിച്ചോ? നന്നാക്കും ചെയ്തു. എന്നാലും പൂട്ട് വിളിക്കുന്നതൊക്കെ നിയമവിരുദ്ധല്ലേ? അത് പോട്ടെ, അവിടെ വെച്ച് ഇന്ദു നിന്നോട് എന്തെങ്കിലും സംസാരിച്ചോ? സംസാരിക്കാതിരിക്കാൻ ഞങ്ങൾ ശത്രുക്കളാണോ? ഞാൻ പലതവണ പറഞ്ഞതാണ് അവൾ വക്കീലാണ്, അവൾ പല നുണയും പറയുമെന്ന്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഹരിയേട്ടൻ എന്തോ വല്ലാത്ത മാറ്റം പോലെ. പഴയ സന്തോഷമൊക്കെ എവിടെ പോയി ഹരിയേട്ട? ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കുക, ആരോടും പറയാതെ എങ്ങോട്ടെങ്കിലും പോവുക. നിനക്കറിയില്ല എന്റെ പ്രശ്നങ്ങൾ. എന്ത് പ്രശ്നമായാലും എന്നോട് പറഞ്ഞൂടെ? അതറിഞ്ഞാൽ നീ ചിലപ്പോ ഞെട്ടും. എനിക്ക് പഞ്ചാബിലേക്ക് ട്രാൻസ്ഫർ ആണ് വിജി. അയ്യോ, പഞ്ചാബിലേക്കോ? അതെ, ബിന്ദ്രൻവാലയുടെ നാട്ടിലേക്ക്. ഖാലിസ്ഥാൻവാദികൾ മനുഷ്യനെ പച്ചക്ക് ചുട്ടു തിന്നുന്ന നരകത്തീയിലേക്ക്, മനസ്സിലായോ? അവിടെ നമ്മൾ എങ്ങനെ ജീവിക്കും? ആ ട്രാൻസ്ഫർ റദ്ദ് ചെയ്യിക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഞാൻ വിജി. എന്നിട്ട് പരിഹരിക്കാൻ കഴിഞ്ഞേക്കും. ചിലപ്പോൾ ഇപ്പോഴവൻ പരിഹരിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും. ഗോപാലനാരെ, എന്താ വിളിച്ചേ? ഗോപാലനാരെ, ആ വാതുക്കൽ നിൽക്കുന്നയാൾ കുറെ നേരം എവിടെ നിന്ന് കണ്ണിറുക്കി കാണിക്കുന്നു. എന്താണെന്ന് ചോദിച്ചേ? നിൽക്കുന്നവനാണ്. എന്താടോ, എന്ത് വേണം? അല്ല, അഡ്വക്കേറ്റ് പങ്കജാക്ഷൻ പിള്ള ഇപ്പൊ വരൂ. താനെന്തിനാണോ അവരെ നോക്കി കണ്ണിറുക്കി കാണിച്ചത്? അടിച്ച കണ്ണ് ഞാൻ പൊട്ടിക്കും. അയ്യോ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഞാൻ പിന്നെ ശൃംഗാരം വക്കീലന്മാരോട് മാഡം, ഞാൻ ശിവശങ്കരൻ അല്ല പത്മനാഭൻ നായർ. എനിക്ക് മാഡത്തിനോട് രഹസ്യമായിട്ടൊരു കാര്യം. എനിക്ക് എന്ത് വേണം? കുറെ നേരം അയാളോട് ഡിസ്റ്റർബ് ചെയ്യുന്നു. ചേച്ചി, ഞാൻ ഇയാളുടെ കാര്യം പറഞ്ഞത്. കുറച്ചും പോയി വരാന്തയിൽ നിന്ന് കോഴിച്ചാണിച്ചാൽ എന്നാടോ പോലീസിനെ വിളിക്കണോ? ഗോപാലനാരെ, അല്ല മാഡം, അല്പോ പേഴ്സണലായിട്ട്. പുരുഷോത്തമ സാറേ, നമ്മൾ ആനപ്പാറ പൂട്ട് പൊളിക്കത്തിൽ എന്നെ വെറുതെ വിട്ടു. തെളിവില്ല. ഞാൻ 2 പ്രാവശ്യം സാറിനെ അന്വേഷിച്ച് സ്റ്റേഷനിൽ പോയിരുന്നു. അതെ, എനിക്കുള്ള പരിചയമൊന്നുമില്ല. ഞാൻ മാഡത്തിനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചോളാം. പോ. മുമ്പ് ഒരിക്കലും നീ അവനെ കണ്ടിട്ടേ ഇല്ല? ഇല്ലെന്നേ. ഇനി കല്യാണത്തിന് മുമ്പും ഫോൺ ചെയ്ത് ഇവൻ തന്നെ ആയിരിക്കും? സാധ്യതയുണ്ട്. ഞാൻ പിന്നീട് ഫോൺ ചെയ്യാമെന്നും പറഞ്ഞ് അവൻ ഓടിയത്. ഫോൺ അവന്റെ ഒരു ദൗർബല്യമായിരിക്കും അല്ലേ? ഏതായാലും ഒരു കാര്യം ചെയ്യ്, ഇനി നീ അവനെ കുറച്ചൊന്ന് പ്രോത്സാഹിപ്പിച്ചു വിട്. എന്തിന്? ബാക്കി നമുക്ക് നോക്കാം. ഇരിക്കും. ഹലോ, അഡ്വക്കേറ്റ് ഇന്ദു അല്ലേ? എന്നെ മനസ്സിലായോ? അല്ലേ, കോടതി വരാന്തയിൽ വെച്ച് ഇന്ന് വിളിക്കാൻ ശ്രമിച്ച സ്മാർട്ടായ ഒരു ചെറുപ്പക്കാരനെ ഓർക്കുന്നുണ്ടോ? അത് ഞാനാണ്. അടുത്ത് വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. വെരി ഗുഡ്. എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ദുവിനോട് സംസാരിക്കാനുണ്ടായിരുന്നു. പറഞ്ഞോളൂ. ഫോണിൽ സംസാരിച്ചാൽ ശരിയാവില്ല. കോടതി വളപ്പിൽ വെച്ചാവാമെന്ന് വിചാരിച്ചാൽ അവിടെയുള്ള കശ്മലന്മാരുടെ ശല്യം അറിയാമല്ലോ. മാത്രമല്ല, നേരിട്ടുള്ള ആശയവിനിമയത്തിൽ നിന്നും കിട്ടുന്ന സുഖം നഷ്ടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. തികച്ചും സ്വകാര്യ നിമിഷങ്ങളാണ് മാഡം എനിക്ക് സമ്മാനിക്കേണ്ടത്. ഹൃദയം തുറന്ന് എല്ലാ രഹസ്യങ്ങളും നമുക്ക് പങ്കുവയ്ക്കാം. ഏകാന്തതയുടെ അപാര തീരങ്ങളാണല്ലോ കടപ്പുറങ്ങൾ. നമുക്ക് ബീച്ച് വെച്ച് മീറ്റ് ചെയ്താലോ? കാണുന്നില്ലല്ലോ. വരാനുള്ള സമയം ആവുന്നതേ ഉള്ളൂ. അല്ല പക്ഷു, ഞാനും കൂടി ഇവിടെ നിൽക്കേണ്ട കാര്യമുണ്ടോ? വേണം. ഞാൻ ഇന്ദുവിനെ ഡീൽ ചെയ്യുന്ന സ്റ്റൈൽ നീ നേരിട്ട് കണ്ട് മനസ്സിലാക്കണം, എന്നെ അഭിനന്ദിക്കണം. അതെന്റെ ഒരു ആഗ്രഹമാണ്. സംഭവം സക്സസ് ആവോ? ഇതാണ് മനസ്സുകളുടെ ഐക്യമെന്ന് പറയുന്നത്. നമ്മൾ രണ്ടുപേരും ഒരേ സമയത്തെത്തി.
ഹൃദയത്തിന്റെ നെരിപ്പോട്ടിൽ കിടന്ന് പിടയുന്ന രഹസ്യങ്ങളുടെ കലവറയുമായാണ് കുട്ടി നടക്കുന്നതെന്ന് എനിക്കറിയാം. സ്വന്തം ഭർത്താവ് പോലും അറിയാതെ കുട്ടി എനിക്കൊരു സത്യം ചെയ്തു. സി, കുട്ടിയുടെ ജീവിതത്തിലേക്ക് ഞാൻ കടന്നു വരാനുണ്ടായ സാഹചര്യം കുട്ടിയുടെ സൗന്ദര്യമോ അടിച്ചവന്റെ എല്ലിയാണെന്ന് തോന്നി. പിടിക്കവനെ. വിടല്ലേ. നിങ്ങളോട് നിൽക്കാനാ പറഞ്ഞത്. നിന്റെ അവസാനമാണ്. ഇതിന്റെ പോക്കറ്റിൽ നിറച്ച് മണൽ എങ്ങനെ വന്നു? മണലോ? അതാ. ആ, അത് കടപ്പുറത്തുനിന്ന് മണൽ വരാൻ ഒരു ലോണിന് വേണ്ടി ഒരാൾ ബാങ്കിൽ വന്നിരുന്നു. അയാള് ലോണിന് വന്നത് മണലും കൊണ്ടാണോ? സാമ്പിൾ നോക്കാൻ. സാമ്പിളോ? കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ട. നിന്നോട് ഭക്ഷണം എടുത്തോക്കാൻ പറഞ്ഞിട്ട് നേരത്രയായി. ചുമ്മാ ദേഷ്യപ്പെടുന്നതിനാ? എല്ലാം എടുത്തു വെച്ച് കഴിഞ്ഞു. ഹരിയേട്ടന് സുഖമില്ലേ? വന്നത് മുതൽ ഒരേ കിടപ്പാണല്ലോ. എനിക്ക് നടുവേദനയാണ്. ആകപ്പാടുന്നൊരു ദുർദിനമായിരുന്നു. പല അത്യാഹിതങ്ങളും സംഭവിച്ചു. പഞ്ചാബിലേക്കുള്ള ട്രാൻസ്ഫറിന്റെ പ്രശ്നമാണോ? അതെ. പഞ്ചാബിൽ നിന്ന് പിന്നെയും വടക്കോട്ടേക്ക് പോകേണ്ടി വരുമോ എന്നാ എന്റെ ഇപ്പോഴത്തെ പേടി. ഒരു മനസ്സമാധാനവുമില്ല. എന്താ ഹരിയേട്ടാ? കൊതുക് കൊതുക്. കൊതുകോ? എവിടെ? ഇവിടെ ആകെ കൊതുകാണ്. ഭക്ഷണം ഞാൻ പിന്നെ കഴിക്കാം. എനിക്ക് നമ്മുടെ രവിയോട് ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനുണ്ട്. ഇത് കഴിച്ചിട്ട് പോയാ പോരെ? പോരാ. എനിക്ക് ആരോടെങ്കിലും ഒരു കാര്യം പറയാൻ തോന്നിയാൽ അപ്പൊ തന്നെ പറയണം. അതാണ് എന്റെ പണ്ടേയുള്ള സ്വഭാവം. ഇവിടെ നിൽക്കണ്ട. ഇതാണ് ആ ധൂമകേതുവിന്റെ വീട്. ബാല്യകാല സുഹൃത്ത് മാങ്ങാ തൊലി. എന്താ നീ വിചാരിച്ചത്? ഞാൻ കടലിൽ മുങ്ങിച്ചത്ത് തുലഞ്ഞു പോട്ടെന്നോ? ഞാൻ അനുഭവിച്ച വീർക്കൂട്ടൽ നിനക്ക് അറിയില്ലടാ. എന്തായിരുന്നാലും ഞാൻ അനുഭവിച്ചതിനേക്കാൾ കൂടുതലായിരിക്കില്ല. നിനക്കറിയാമോ, എനിക്ക് നീന്തൽ അറിയില്ല. മീൻപിടുത്തക്കാരുടെ വലയിൽ കുടുങ്ങിയുള്ളൂ മാത്രമാ ഞാനിപ്പോ ജീവനോടെ നിന്റെ മുന്നിൽ നിൽക്കുന്നത്. നീന്താൻ അറിയാത്ത നീ എന്തിനാ ഓടി കടൽപ്പാലത്ത് കയറിയത്? മരണ വെപ്രാളത്തിൽ ഓടുമ്പോ കടൽ പാലമാണോ റെയിൽ പാലമാണോ എന്ന് നോക്കാൻ പറ്റില്ല. പുരുഷു, ഇങ്ങനെയാണ് നീ പ്രശ്നം പരിഹരിക്കാൻ പോകുന്നതെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് പിരിയാം. ഞാനൊരു തീക്കുണ്ടത്തിന്റെ പുറത്താണ് നിൽക്കുന്നതെന്ന് നീ മറന്നു പോകുന്നു. ഹരി, ലഡ്ഡു ഉരുണ്ടതാണ്, ഭൂമി ഉരുണ്ടതാണ്. ലഡ്ഡു കഴിക്കാൻ പറ്റും, പക്ഷെ ഭൂമി കഴിക്കാൻ പറ്റില്ല. അത് വളരെ ശരിയാ. ആ, എസ് ഐ രാമേന്ദ്രന്റെ പോലും അബദ്ധങ്ങൾ പറ്റാറുണ്ട്. നീ വിഷമിക്കാതിരിക്കും. ഇനി പിന്മാറുന്ന പ്രശ്നമേ ഇല്ല. പഴുതുകളില്ലാത്ത പരിപാടികളുമായി മുന്നേറാൻ പോവുകയാണ്. പശ്ചാത്തലങ്ങൾ മാറും. പുതിയ ചില കഥാപാത്രങ്ങൾ വന്നെന്നിരിക്കും. പുരുഷോത്തമൻ സാറേ, തങ്കപ്പൻ റെഡി. എന്താണോ ഇത്രയും വൈകിയത്? വൈകിയോ? രാവിലെ കത്തെത്തി, ഉച്ചക്ക് പുറപ്പെട്ടു. രാവിലെ കത്ത് കിട്ടിയ രാവിലെ തന്നെ പുറപ്പെടണം. ഇവിടെ വെടിമരുന്ന് ശാലയ്ക്ക് തീ പിടിച്ച പോലെ കാര്യങ്ങളുടെ കിടപ്പ്. അല്ല സാറേ, കത്തിൽ പറഞ്ഞ കാര്യത്തിന് നമ്മൾ അന്തൂണി ഉണ്ടക്കണം പപ്പനെ ഏർപ്പാടാക്കിയാണ് ഞാൻ വരുന്നത്. നമ്മൾ പോലീസുകാരും കള്ളന്മാരും ഒരിക്കലും തമ്മിൽ തല്ലേണ്ടവരല്ല, സഹകരിച്ചു പോകേണ്ടവരാ. അല്ല സാറേ? പിന്നെ ഈ കേസിൽ സാറ് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഇടപെടുന്നത്. അല്ലാതെ ഒരു പെണ്ണിനെ വയറ്റിലാക്കി കൊച്ചിനെ ഉണ്ടാക്കിയത് കടന്നു പറഞ്ഞ ഒരു ചെറ്റയെ ഒരിക്കലും സഹായിക്കാൻ പാടില്ലാത്ത. അല്ലേ? എന്താ ഞാൻ പറഞ്ഞത് തെറ്റുണ്ടോ? തടയണ്ട. അവ മുഴുവൻ പറഞ്ഞോട്ടെ പുരുഷു. സോറി, ഞാൻ ആളറിയാതെ. എന്റെ കാര്യങ്ങൾ ഒരു പ്രാണി പോലും അറിയാതെ ഒളിപ്പിക്കാൻ ഞാൻ ശ്രമിക്കുമ്പോ നീ നോട്ടീസ് അടിച്ച് നാട്ടിൽ മുഴുവൻ വിതരണം ചെയ്യുകയാണ്. അല്ലടാ ദ്രോഹി. ഹരി, ഞാൻ നിന്നെ സഹായിക്കാനായിട്ട് സഹായിക്കാനല്ലടാ, തുലക്കാൻ വന്നതാ നീ എന്നെ. എനിക്കൊരു പട്ടിയുടെ സഹായം വേണം. എന്താണ് അവിടെ ബഹളം? അയ്യോ, ഒരു നാടകത്തിന്റെ റിഹേഴ്സലാണ് സാർ. പേര് കിണ്ണം കട്ടക്കള്ളൻ. മറ്റു മുറികളിലൊന്നും ആർക്കും സ്വൈരം വേണ്ടേ? തീർച്ചയായും വേണം സാർ. സോറി. അതീ ശബ്ദം ഉണ്ടാക്കരുത്. ഓക്കെ സാർ.
എന്റെ ഭഗവാനെ, കുന്നിക്കോട്ടുണ്ടായിരുന്ന SI PJ ആന്റണി സാറാ. എന്നെ തിരിച്ചറിയാഞ്ഞത് ഭാഗ്യം. എന്നെ അതെ ഹരീഷ്ണ, ഒരു കയ്യബദ്ധം പറ്റി. പക്ഷേ തങ്കപ്പൻ നിന്റെ കഥ ആരോടും പറയില്ല, പേടിക്കണ്ട. കള്ളനാണേലും അവൻ സത്യസന്ധനാ. ഇവനെയൊക്കെ വിളിച്ചോണ്ട് വന്നത് എന്തിനാണെന്ന് പറ. പറയാം തങ്കപ്പ. 7 മുതൽ 7:30 വരെയാണ് ലോഡ് ഷെഡിങ്. ആ സമയത്ത് കോളനിയിൽ എവിടെയും വെളിച്ചം ഉണ്ടായിരിക്കില്ല. സെക്കൻഡ് കൊണ്ട് എല്ലാം കഴിയണം. നീയും നിന്റെ ആൾക്കാരും കൂടി ഒരു വാഹനത്തിൽ അവിടെ എത്തുന്നു, ഓടി വീടിനകത്ത് കയറുന്നു, അവളെ പൊക്കുന്നു, കടത്തുന്നു. ഏതെങ്കിലും രഹസ്യ സ്ഥലത്ത് കൊണ്ടുപോയി അവളെ കൊല ചെയ്യുന്നു. നഖങ്ങൾക്കിടയിൽ സൂചി കയറ്റിയും ചൂരൽ വടി കൊണ്ട് അവളെ മതി ബാക്കി പറയണ്ട. സാറ് തന്നെ എന്നെ ചെയ്തിട്ടുള്ളൂ അല്ലേ? അറിയാം. കോളനിയിലുള്ള ആരുടെയെങ്കിലും പൂർവ്വകാല കഥ അറിയാമെങ്കിൽ അതൊരിക്കലും മറ്റാരോടും പറയില്ല എന്ന് ഉറപ്പ് കിട്ടുന്നത് വരെ മർദ്ദനമുറ തുടർന്നുകൊണ്ടേയിരിക്കും. ഏറ്റു സാർ, നല്ല പുതുമയുള്ള ഐറ്റം. പുരുഷു, അപകടം പിടിച്ച പണിയാണ് ഇതൊക്കെ. നീണ്ടായിരിക്കെ. പക്ഷെ തങ്കപ്പ, വേറൊരു പ്രശ്നമുണ്ട്. അവളുടെ ഭർത്താവ് ചില്ലറക്കാരനല്ല. ആ സമയത്ത് അവൻ വീട്ടിലില്ലാതിരിക്കുന്നതാണ് നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലത്. അവനെന്താ ജോലി? ഏതോ ഫാക്ടറിയില്ല. ഓക്കെ, ഈ സംഭവം കഴിയുന്നത് വരെ അവൻ ഫാക്ടറിയുടെ പുറം കാണില്ല. അത് തങ്കപ്പനേറ്റു. അയ്യോ, എന്തു പറ്റി? കണ്ടില്ലേ, ഏതോ മഹാഭാവികൾ ചെയ്ത പണിയാ. പഞ്ചറായ? നാമതെ. കുഴപ്പമില്ല സാറ് ജാക്കിയെടുക്ക്, ഞാൻ സ്റ്റെപ്പിനിട്ട് തരാം. അല്ല, നിങ്ങളാരാ? ഞാൻ ഇതുപോലെ ബുദ്ധിമുട്ടുന്നവരെ സഹായിക്കുന്ന ഒരാളാ. സാറാരാ? ഞാനിപ്പോ തൽക്കാലം ബുദ്ധിമുട്ടിയ ഒരാളാ. സാറല്ല, തിക്കോർക്കും വരൂ. എത്ര നേരമായോ ഇത്? കഴിഞ്ഞില്ലേ? കഴിഞ്ഞു, പക്ഷെ അബദ്ധം പറ്റി. സ്റ്റെപ്പിനിട്ട് തല തിരിഞ്ഞു. അങ്ങോട്ട് മാറോ തലതിരിഞ്ഞവനെ. വേണ്ട, ഞാൻ തന്നെ ചെയ്യാം. സാറ് കുറച്ച് റിലാക്സ് ചെയ്യും. ചെയ്തോളത്തോളം മതി. ഇനി ബാക്കി ഞാൻ ചെയ്തോളാം. മാറ്. എന്റെ പണി ഏകദേശം കഴിഞ്ഞു. ഇനി സാറ് പണി നന്നായിക്കും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞുതരാം. അതിക്രമം ചെയ്യിക്കല്ലേ. നാരെ കണിയണ്ടിയ. ലോഡ് ഷെഡിങ് കഴിഞ്ഞ് കറണ്ടും വരാറായി. അവന്മാരെ കാണുന്നില്ലല്ലോ. എന്തെങ്കിലും കുഴപ്പമുണ്ടാവും? നീ പേടിക്കാതെ, നാളത്തെ SI ആ നിന്റെ കൂടെ ഇരിക്കുന്നത്. ആ, വരുന്നുണ്ട്. പാടോ. ഇനി ഒരു ഇഞ്ച് ഞാൻ അങ്ങോട്ടില്ല. പ്ലാൻ എന്താണെന്ന് എന്നോട് പറയുന്നില്ലല്ലോ. ഇനി ഒന്നും പറയുന്ന പ്രശ്നമില്ല. എല്ലാം വിജയിച്ചതിന് ശേഷം നീ അറിഞ്ഞാ മതി. വെളുക്കാൻ തേച്ചത് മുഴുക്ക പാണ്ടാക്കുന്ന പരിപാടികളാണ് നീ ഇതുവരെയും ചെയ്തത്. ആയിരിക്കാം, പക്ഷെ ഇതങ്ങനെയല്ല. നിന്റെ ജീവിതത്തിലെ ആ കറുത്ത പാണ്ട് ഇതോടെ ഇല്ലാതാകും. നീ വാഴ്വേ മായം എന്ന സിനിമ കണ്ടിട്ടുണ്ട്? ഇല്ല, കടൽപ്പാലം കണ്ടിട്ടുണ്ട്. ആ, ഇതാ നിന്റെ കുഴപ്പം. ആവശ്യമില്ലാത്ത സിനിമകളൊക്കെ കയറി കാണും. എടാ, വാഴ്വേ മായത്തില് സത്യന്റെ ഭാര്യയാണ് ഷീല. സത്യൻ ഒരു ദിവസം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ ഗോവിന്ദൻകുട്ടി മതിലെടുത്ത് ചാടി ഓടുന്നത് കാണുന്നു. സത്യൻ കരുതുന്നത് അയാൾ ഷീലയുടെ ജാരനാണെന്നാണ്, രഹസ്യ കാമുകൻ. അതോടെ സത്യനും ഷീലയും തമ്മിൽ പിരിയുന്നു. അതേപോലെ ഞാനും ഇന്ദുവിന്റെ ബെഡ്റൂമിനുള്ളിൽ കയറി ഒളിച്ചിരിക്കും. മുൻകൂട്ടി വിവരമറിഞ്ഞ രവി തേങ്ങുന്ന മനസ്സോടെ വീട്ടിലേക്ക് വരും. ഗേറ്റ് കടക്കുന്നതും തങ്കപ്പൻ പടക്കം പൊട്ടിക്കും. ഈ പടക്കം പൊട്ടിക്കുന്നു എന്നുള്ളത് ഒരു സിഗ്നലാണ്. രവി വരുന്നു എന്നതിന്റെ സിഗ്നൽ. ശബ്ദം കേട്ടതും ഞാൻ ഇറങ്ങി ഓടും. രവി അത് കാണും. കത്തിലുള്ള വിവരമെല്ലാം സത്യമാണെന്ന് മനസ്സിലാക്കി രവി ഇന്ദുവിനെ ആ നിമിഷം അവളുടെ വീട്ടിൽ കൊണ്ടാക്കും. എടാ, കുടുംബക്കലക്ക് ഇതാണോ നിന്റെ പരിപാടി? തൽക്കാലം ഇതാണ് എന്റെ പരിപാടി. താടിക്കാരനായ ജാരന്റെ വിവരം ഞാൻ രവി അറിയിച്ചു കഴിഞ്ഞു. ഞാനിത് സമ്മതിക്കില്ല. അതുകൊണ്ടാണ് നിന്നോട് ഇത് പറയാതിരുന്നത്. ഹരി, ലക്ഷ്യമാണ് പ്രധാനം, മാർഗമല്ല. തങ്കപ്പ, അവൾ കോടതിയിൽ നിന്നും വരുന്നതിന് മുമ്പ് നമുക്ക് മുന്നോട്ട് നീങ്ങാം. പടക്കൊണ്ടല്ലോ. ഓ, പുരുഷു, ഞാനേ SI രാമേന്ദ്രന്റെ ശിഷ്യനാ. ഓ,
ഇവിടുത്തെ എവിടെ പോയി കിടക്കുക? എന്താ അമ്മച്ചി? നീ എന്നോട് ബെല്ലടിച്ചത്? ഞാൻ എന്തിനു ബെല്ലടിക്കണം? അതാ ചോദിച്ചത്, നീ എന്തിനു ബെല്ലടിക്കുന്നു? കാപ്പി ഇട്ട് തിരിപ്പുണ്ടോടി? ഉണ്ട്. എന്നാ നീ പോയി ഒരു ചായ എടുത്തിട്ട് വാ. എങ്ങനെ ഇവിടെ വന്നു? ആരാടിയോട് കൊണ്ടിട്ടത്? അത് നിന്നോടാ ചോദിച്ചത്, ആരെവിടെ കൊണ്ടിട്ടേന്ന്? അമ്മച്ചി ഞാനല്ല. അകത്തോണ്ട് പോയിടറി. ഞാനല്ല. ചായ ഈ നേരത്താണോ ചായ കൊണ്ടുവരുന്നത്? ഈ നേരത്താണല്ലോ ചായ കുടിക്കാറുള്ളത്. ആണോ? എന്നാൽ ഇന്നു മുതൽ ഈ നേരത്തിലേക്ക് ചായ വേണ്ട. അവനെ കാണുന്നില്ലല്ലോ. എവിടെയോ അവൻ? ആരും വന്നില്ല. പിന്നെ താനെന്തിനാ പടക്കം പൊട്ടിച്ചത്? പടക്കോ? എന്റെ കയ്യില്. പടക്കം പൊട്ടിക്കുന്ന ശബ്ദം കേട്ടല്ലോ. അയ്യോ, അതാ സൈക്കിൾ ട്യൂബ് പൊട്ടി ഒച്ചല്ലേ. എന്നാ ആ വിവരം വിളിച്ച് പറഞ്ഞുകൂടായിരുന്നോ? ഞാൻ അവിടെ അങ്ങോട്ട് വിളിച്ചു. സാറ് ചെല്ലു, ആരും കാണും. ചെല്ലു. ഇയാള് ചിലപ്പോ എന്റെ അത്രയും ബുദ്ധിയില്ലാത്ത കളി കളിക്കും. എന്താ പറ്റിയതറിയില്ലോ. ഒന്നിട്ട് മാറിക്കണോ? എന്താ 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 വീട്ടിൽ കള്ളം കയറി. എവിടെ? അവിടെ ഇങ്ങോട്ട് ഇറങ്ങണം. ഒന്നും പറയണ്ട. നീയായിരുന്നോ? ദൈവത്തോർത്ത് ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കണം. ഞാൻ കള്ളനല്ല, ഞാൻ പോലീസാണ്. പോലീസോ? പോലീസ് എന്തിനാണ് വേഷം മാറി എന്റെ വീട്ടിൽ കയറുന്നത്? സത്യമാണ്, ഞാൻ പറയുന്നത് വിശ്വസിക്കണം. ഹരികൃഷ്ണനാണ് എന്നെ കൊണ്ട് ഈ നാടകം എല്ലാം കളിപ്പിച്ചത്. ഹരികൃഷ്ണൻ? അതെ.